തമിഴ് ഗേൾഫ്രണ്ട് ടെസ്റ്റ്. ദിസ് ഈസ് എസ്കലേറ്റർ ടെസ്റ്റ്. ഇതാണ് ബില്ലിംഗ് ടെസ്റ്റ്. ഇതാണ് കെയറിംഗ് ടെസ്റ്റ്. ഇതുപോലെ ഒരുപാട് ടെസ്റ്റ് ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനാദ്യം പെണ്ണ് വേണ്ടേ? കുറെ നേരമായി കറങ്ങി നടക്കണ്. പെണ്ണില്ല. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കണോ? എനിക്ക് കുറെ ടെസ്റ്റ് ചെയ്യാണ്ട്. കെയറിംഗ് ടെസ്റ്റ്, ഫീഡിംഗ് ടെസ്റ്റ്, ചോക്ലേറ്റ് ടെസ്റ്റ്, പർച്ചേസിംഗ് ടെസ്റ്റ്, വേറെ ഏതൊക്കെ ടെസ്റ്റ് അല്ലേ? ബില്ലിംഗ് ടെസ്റ്റ്. അങ്ങനെ കുറെ ടെസ്റ്റ് ചെയ്യാണ്ട്. ഇൻസ്റ്റാഗ്രാമില് റീൽസ് കാണുമ്പോ എനിക്ക് ചെയ്യാവുന്ന. പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ അന്വേഷിച്ച് ചെയ്യും. അവിടെ രണ്ടുപേരും നടന്നു പോകുന്നുണ്ട്. തമിഴാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കുറെ നമ്മള് തമിഴ് ഗേൾസിന് തപ്പി നടക്കുന്നത്. അപ്പൊ അത് തമിഴ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോക്കാം. ഹായ്, എന്താ പേര്? പേരെന്താ? നിങ്ങള് തമിഴാണോ? ആക്ച്വലി ഞാനൊരു തമിഴ് പെൺകുട്ടീനെ തപ്പിക്കൊണ്ട് നടക്കായിരുന്നു. മലയാളം മനസ്സിലാവും? ഓക്കെ, ഞാൻ ഒരു ഡേറ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് തമിഴ് പെൺകുട്ടികളായിട്ട്. ഇൻട്രസ്റ്റ് ഉണ്ടോ? എന്നുവെച്ചാല് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക, എന്നിട്ട് ഞാൻ ഒരു ടെസ്റ്റുകൾ ചെയ്യും. അപ്പോൾ അത് പാസ്സാവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ ഓരോ ടെസ്റ്റ്, അത് ഞാൻ പറയില്ല എന്താ ടെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ആ ടെസ്റ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ട് കണ്ടറിഞ്ഞിട്ട് മനസ്സിലാക്കി ചെയ്യണ്ടോന്നാണ് നോക്കണത്. നിങ്ങൾ മലയാളിയാ? അല്ലല്ല, ഒരു ബ്ലോഗ് പോലെ. നിങ്ങൾ മലയാളിയാ? മലയാളിയാണല്ലേ? തമിഴ്. അപ്പൊ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്താലോ? ഡേറ്റിംഗ് ടെസ്റ്റ് ചെയ്താലോ? ഒരു മലയാളി പയ്യനായിട്ട് ഡേറ്റിംഗ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഞാൻ വേറൊരു കാര്യം പറയാം. ഇന്നത്തെ വീഡിയോ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡീകോഡ് എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സ് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ, ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ക്ലിയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഔട്ട് ഓഫ് കേരള ആണെന്നുണ്ടെങ്കിലും കേരളത്തിലാണെന്നുണ്ടെങ്കിലും ബെസ്റ്റ് കോളേജ് അവർ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത് തരുന്നതായിരിക്കും. പേരെന്താ? കാലേശ്വരി. സ്ഥലം ചെന്നൈയിലല്ലേ? മലയാളം മനസ്സിലാവോ? ഓക്കെ, ഞാന് കുറച്ചായി ഒരു തമിഴ് പെൺകുട്ടീനെ ആയിട്ട് ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് പറയാനുള്ളത്? മലയാളികളെ പറ്റി എന്താ അഭിപ്രായം? മലയാളി പയ്യനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ല, പൊതുവെ അങ്ങനെ പൊതുവെ അല്ല, അവിടുത്തെ പെൺകുട്ടികൾക്കൊക്കെ മലയാളി പയ്യന്മാരെ ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ അതുപോലെ അവിടുത്തെ പയ്യന്മാർക്ക് മലയാളി പെൺകുട്ടികളെ എന്തുകൊണ്ടാണ്? டிஃப்ரெண்ட் ஸ்டேட் டிஃப்ரெண்ட் கல்ச்சர்ல ஸோ பொண்ணுங்கன்னா அங்கே இருக்க பசங்களுக்கு பிடிக்கும், அது மாதிரி தான். ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും പറയില്ല. ഇതിൻ്റെ ഇടയിൽ ഓരോ ടാസ്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് നോക്കാം. അവളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. അവളെ ഫ്രണ്ടിന്റെ പേരെന്താ? രേഖയുടെ സ്ഥലം? പാലക്കാട്. നിങ്ങൾ ഒരുമിച്ച് എവിടെ പഠിക്കുകയാണ്? അല്ല, വർക്ക് ചെയ്യാം. അവിടെ ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. അപ്പോൾ എത്രയായി കേരളത്തില്? 4 months. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഏജ് എത്ര? 20. അപ്പൊ നമ്മള് കറക്റ്റ് സെയിമാ. 2000-ലാണോ ജനിച്ചത്? ഞാൻ 2000. നിങ്ങളുടെ ഏജ് എത്ര? ഓക്കെ, അപ്പൊ ഞങ്ങൾ കൂടുതൽ സംസാരിക്കും. പ്രശ്നമൊന്നുമില്ലല്ലോ, ഞങ്ങൾ ഡേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. ഫേവറേറ്റ് എന്താ? ഫേവറേറ്റ് ഫുഡ് എന്താ? പിന്നെ അതുപോലെ ഫേവറേറ്റ് കളർ? ഓക്കെ. ഓ, അപ്പൊ ഒരു ഫസ്റ്റ് ടെസ്റ്റ് പാസ്സായിരിക്കുകയാണ്. എന്നോട് തിരിച്ച് ചോദിച്ചിരിക്കുകയാണ്. എൻ്റെ ഫേവറേറ്റ് കളർ റെഡ് ആണ്. ഫേവറേറ്റ് ഫുഡ് ബിരിയാണി എനിക്ക് ഫേവറേറ്റ് ആണ്. അടുത്ത ടെസ്റ്റ് എസ്കലേറ്റർ ടെസ്റ്റ് ആണ്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ, പക്ഷേ ആള് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ അതും ആള് പാസ്സായി. ഓക്കെ, ഞാൻ കയറാൻ വേണ്ടി പറ്റാതെ നിന്നപ്പോൾ ആള് ബാക്കിക്ക് വന്നു. അപ്പോൾ ആ ടെസ്റ്റ് പാസ്സായിരിക്കുകയാണ്. ഇത് കണ്ടേ, ഇതുപോലത്തെ ഓരോ ടെസ്റ്റുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 2 ടെസ്റ്റ് ആള് പാസ്സായിരിക്കുകയാണ്. കോട്ടിൽ പോയിരുന്നാലോ? എൻ്റെ അക്കൗണ്ടൊക്കെ നോക്കുന്നുണ്ട് അല്ലേ? മ്യൂച്വൽസ് ഉണ്ടോ? ഫ്രണ്ട്സ് ഉണ്ടോ മ്യൂച്വൽസ്? അമ്മക്ക് എന്താ പറയാ? അമ്മ. പിന്നെ ബ്രദറിന് അമ്മ, അണ്ണ, പിന്നെ തങ്കച്ചി. അനിയത്തി ആണെങ്കിൽ തങ്കച്ചി தான் இருக்கு. അതാ കറക്റ്റ് അല്ലേ? എനിക്ക് മലയാളം കഴിഞ്ഞാൽ പിന്നെ തമിഴാണ് കൂടുതൽ ഇഷ്ടവും അതുപോലെ അറിയണതും. மலையாளம் பிடிக்கும், பட் அவ்வளோ பேச வராது. புரியும்.
பேசுறது ரொம்ப അങ്ങനെ പറയണേ എങ്ങനെ ഇഷ്ടാന്ന് പറയണേ ரொம்ப பிடிச்சிருக்கு பிடிச்ச விஷயம் அந்த மாதிரி பிடிச்ச விஷயம் അയ്യോ നമ്മള് മാച്ചാണല്ലോ അത് മാച്ചായല്ലോ അതെന്താ കോയിൻസിഡൻസ് എനിക്ക് തൊണ്ട ഭയങ്കര ഡ്രൈ ആവുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക് ഏതാ ഇഷ്ടം എനിക്കും ഞാൻ എൻ്റെ തൊണ്ട ഡ്രൈ ആന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചായ കണ്ടറിഞ്ഞ് മേടിച്ചു തന്നു കേട്ടോ ആക്ച്വലി ഇത് അണ്ടർസ്റ്റാൻഡിങ് ടെസ്റ്റ് മാത്രമായിരുന്നില്ല ബില്ലിംഗ് ടെസ്റ്റ് ബില്ല് പേയ്മെൻറ്റ് ചെയ്യുമെന്ന് നോക്കാം നമുക്ക് ഞാൻ കൊടുക്കാം ബില്ലിങ് ഞാൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആള് നിങ്ങൾ മേടിച്ചു കൊടുത്തോണ്ട് ബില്ലിംഗ് ടെസ്റ്റ് പാസ്സായി ഞാനിതൊരു ടെസ്റ്റ് ചെയ്തതാ ബില്ല് കൊടുക്കുമോന്ന് അറിയാൻ വേണ്ടിട്ട് തൊണ്ടക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞപ്പോൾ ആള് ചായ കുടിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയി ആളന് കട കണ്ടുപിടിച്ചിട്ട് ചായ കുടിച്ചു മലയാളികളെ പറ്റിയിട്ട് വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ നല്ല പീപ്പിൾസ് ആണോ കേരളത്തിൽ വന്നിട്ട് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഓണ എന്തായാലും പറഞ്ഞോ കേരളത്തിൽ വന്നിട്ട് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എവിടെ വെച്ചിട്ട് ആണോ എന്തുണ്ടായി പറയാൻ പറ്റാത്തതാണെങ്കിൽ പറയണ്ട ആണോ സ്ട്രീറ്റിലാ ഓക്കെ ഡെലിവറി ബോയാ നിങ്ങൾ ഓർഡർ ചെയ്തതാ ആണോ അത് അതിന് വലിയ കാര്യം സംസാരിക്കാം ഇവിടെ നീ ഒരു ഡെലിവറി ബോയ് അല്ലേ ഓക്കെ ബാഡായിട്ട് ബിഹേവ് ചെയ്തു ഓ ബാഡ് ന്യൂസ് പക്ഷെ എല്ലാരും അങ്ങനെ ഒന്നല്ല അത് ചെയ്ത ആൾക്കാർ എന്തായാലും റിഗ്രറ്റ് അടിക്കും ഓക്കെ എവിടെ വെച്ചിട്ട് അപ്പൊ ഒന്നും കേസൊന്നും കൊടുത്തില്ല ഭയങ്കര ബാഡ് ആയി കേട്ടപ്പോ ഭയങ്കര ഇതായി പോയി ആക്ച്വലി കേരളത്തില് മറ്റു സ്ഥലങ്ങൾ കമ്പയർ ചെയ്യുമ്പോ ബസ് കേരളം എന്താ മറ്റ് സ്റ്റേറ്റ് കമ്പയർ ചെയ്യുമ്പോ ഐ തിങ്ക് ഇപ്പൊ തമിഴ്നാട്ടില് വിജയ് വന്നിருக்கு വിജയ്ക്കാണ് വോട്ട് പണ്ണ് டிவிக்கு வந்ததுக்கு அப்புறம் சேஞ்சஸ் இருக்கா ഞാൻ ഒരു ടിവിക്ക് ഫാൻ കേരളത്തിൽ ടിവിക്ക് വന്നാൽ ഞാൻ ടിവിക്ക് വോട്ട് ചെയ്യും ഓക്കെ അപ്പോ പോവാൻ തിരക്കായില്ലേ അവര് മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടല്ലേ ഏത് പടം ആണോ മലയാളം പടങ്ങൾ കാണാറുണ്ടോ ആണോ മലയാളം ഏത് ആക്ടറിന് ഇഷ്ടം മോഹൻലാൽ ഒരു മമ്മൂട്ടി ദുൽഖർ അതല്ല ദുൽഖർ ഫാനാണ് ഓക്കെ അവിടെ ദുൽഖറിന് കുറെ ഫാൻസ് ഉണ്ടോ പിന്നെ വേറെ ഏത് നടന്മാർക്കാ ഫാൻസ് കൂടുതല് ഞാൻ തമിഴിൽ മാത്രമേ പേസുള്ളൂ പിന്നെ വേറെ എന്താ നടന് ഫാൻസ് കൂടുതലിருக்கு നെയിം പോളിക്ക് ഫാൻസ് കൂടുതലിருக்கா ഓക്കെ ചായ പോസ്റ്റ് ആയോ ഓക്കെ ഓക്കെ അല്ലേ അല്ല തല കുടുങ്ങി അതൊരു ടെസ്റ്റ് ചെയ്താ അപ്പൊ ആ ടെസ്റ്റും പാസ്സായിരിക്കാണ് എന്താ വിചാരിച്ചു ചേട്ടന്ന്
തെരപ്പി ഓക്കെ കീ ഏതോ ഇതുവായിരിച്ചോ എന്തായാലും ഞാൻ ചെറുതായിട്ടൊരു ടെസ്റ്റ് ചെയ്താണ്. ആൾക്ക് സിനിമക്ക് പോകാൻ തിരക്കായതുകൊണ്ട് കൂടുതൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സിമ്പിളായിട്ട് കുറച്ച് ടെസ്റ്റുകളാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ കൂടുതൽ ടെസ്റ്റുകൾ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേ. അപ്പോൾ വേറൊരു ദിവസം നമുക്ക് കൂടുതൽ കമന്റ്സിൽ പറയുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്താലോ? റെഡിയാണോ? ബിസി ആവുമോ? ഓക്കെ തന്നെ. കുറെ ടെസ്റ്റ് ചെയ്ത് അപ്പോൾ എല്ലാം റെഡിയായി. ഞാൻ ഏതെങ്കിലും ഒന്ന് പോകുന്നൊക്കെ വിചാരിച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എന്നോട് തിരിച്ചങ്ങോട്ട് ചോദിക്കില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതും പാസ്സായി. ചായ പിടിച്ചന്ന് ബില്ല് ടെസ്റ്റും പാസ്സായി. ഇപ്പൊ ഇതും പാസ്സായി. അപ്പൊ ചെറിയൊരു ഗിഫ്റ്റ്. ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പൊ ഒരു ഹായ് കൊടുത്തു. ഇപ്പൊ പറഞ്ഞ പോലെ കുറെ കമന്റ്സ് ചെയ്യുക. എന്തൊക്കെ ടെസ്റ്റ് വേണമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. അപ്പൊ ബൈ ബൈ കൊടുത്തു. അപ്പൊ കേരള തമിഴ്നാട് ഒന്നിച്ചിരിക്കുകയാണ്. അവർ സിനിമ ബുക്ക് ചെയ്തിരുന്നത് MG റോഡുള്ള സെൻട്രൽ സ്ക്വയറിലായിരുന്നു. അവർ ഇവിടുന്ന് ഊബർ വിളിച്ച് പോകാനായിരുന്നു പ്ലാന്. ആക്ച്വലി മെട്രോ കയറി MG റോഡ് ഇറങ്ങിയതിനു ശേഷം അവിടെ നിന്ന് ഊബർ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി എളുപ്പമാണ്. അങ്ങനെ ആ ഒരു ഐഡിയ പറഞ്ഞെടുത്ത് അവർക്ക് ലാസ്റ്റ് ടാറ്റ കൊടുത്ത് പിരിഞ്ഞു.